ഹായ് ആരോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനോട് കുറച്ച് ആൾക്കാർ എൻ്റെ വർക്കൗട്ട് പ്ലാൻ എന്താ അത് സീരിയസ് ആയിട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന്. എൻ്റെ ഷോൾഡേഴ്സിൻ്റെ ഡേ ആയിരുന്നു വരുന്നത്. ഷോൾഡേഴ്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പുഷ് ഡേ. അപ്പോൾ ഞാൻ കറൻ്റ്ലി ചെയ്യുന്ന വർക്കൗട്ട് പുഷ് പുൾ ലെഗ് ഡേ ആണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു ദിവസം ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ചെയ്യും, നെക്സ്റ്റ് വരുന്ന പുഷ് ഡേയിൽ ചെസ്റ്റ് ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ചെയ്യും. അങ്ങനെ മാറി മാറിയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഗുണം എന്താ വെച്ചാൽ ഈക്വലായിട്ട് രണ്ട് മസിൽസും വർക്കൗട്ട് കിട്ടും. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ രണ്ട് പുഷ് ഡേയിലും ലാറ്ററൽ റൈസിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതായത് ലാറ്ററൽ മൂവ്മെൻറ്റിലാണ് എപ്പോഴും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം എനിക്ക് കുറച്ചും കൂടെ ലാറ്ററൽ ഹെഡ് ഫോക്കസ് ചെയ്യാനുള്ള പ്രയോറിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് ഞാനെപ്പോൾ ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും വർക്കൗട്ടിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ലാറ്ററൽ ഹെഡിൻ്റെ ലാറ്റർ റൈസ് ആണ്. അതൊരു 4 സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഒരു പ്രസ് മൂവ്മെൻറ്റ്, ഓവർ ഹെഡ് പ്രസ്. അത് സ്മിത്തിലോ അല്ലെങ്കിൽ ഡംബൽസിലോ ചെയ്യാനാണ് പ്ലാന്. അല്ലെങ്കിൽ ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ ചെയ്യാം. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ലാറ്റർ മൂവ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡംബൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം മുന്നേ ക്യാബിൾസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു വാമ സെറ്റ് ഓൾറെഡി 1 kg വെച്ച് ചെയ്ത്, ഇനിയിപ്പം ഒരു 7.5 ചെറിയ വെയിറ്റ് തന്നെ വർക്കൗട്ട് കൊണ്ടുപോകാം. അതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ചെയ്യുമ്പോൾ മേളിൽ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. താഴെ കംപ്ലീറ്റ് ഡൗൺ ചെയ്യാണ്ട് ഇത്ര മാത്രം കൊണ്ടുവന്നിട്ട് പുഷ് ചെയ്യും. മീൻസ് അപ്പ് ചെയ്യുക. കുറച്ചുകൂടെ ബെറ്ററാണ്. അങ്ങനെ കുറച്ച് തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യാം, ഒരാളെ ഇഷ്ടം. ഇതെൻ്റെ തേർഡ് സെറ്റ്. 12.5 വെയിറ്റ് എടുത്തിട്ടുള്ള. നോക്കട്ടെ. ഗൈസ്, അങ്ങനെ ലാറ്ററൽ മൂവ്മെൻറ്റ് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷോൾഡർ പ്രസ് മൂവ്മെൻറ്റ്, അതിനുശേഷം ഫേസ് പുള്ള്, പിന്നെ ഷ്രഗ്, പെഗ് ഡെഫ് ഫ്ലൈ, ഇതൊക്കെയാണ് കമ്മിങ് വർക്കൗട്ട്സ്. അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ ഫേസ് ഫുൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ഇടല്. എനിക്കത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഞാൻ ചെയ്യുന്ന വർക്കൗട്ടല്ലോ ഒരു 10 to 15 റെപ്പിറ്റേഷൻ റേഞ്ചിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ 3 to 4 സെറ്റ്സും വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കോപ്പി ചെയ്യണ്ട. ഈ വർക്കൗട്ടിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, നോട്ട് എൻ ഇഷ്യൂ. ഗൈസ്, അങ്ങനെ ഷോൾഡേഴ്സിൻ്റെ 3 വർക്കൗട്ട് ഇപ്പോൾ ഫിനിഷായി. ശേഷം ഇപ്പോൾ ചെസ്റ്റിലേക്ക് കടന്നിട്ടുള്ള ഇതിപ്പോൾ ഒരു 3 സെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പ്രസ്സിങ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല ചെസ്റ്റിന്, ജസ്റ്റ് ഫ്ലൈ മൂവ്മെൻറ്റ് മാത്രം. കാരണം നെക്സ്റ്റ് പുഷ് ഡേയിൽ നമ്മൾ ചെസ്റ്റ് ആൻഡ് ഫോക്കസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു പുഷൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ കൊടുത്ത പുഷ് മൂവ്മെൻറ്റ് വരുന്നത് ഷോൾഡേഴ്സിനാണ് ഇമ്പോർട്ടൻസ്, ചെസ്റ്റിനില്ല. സോ അങ്ങനെയാണ് വർക്കൗട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇനി ഷോൾഡേഴ്സിന് ഒരു വർക്കൗട്ടും കൂടെ ബാക്കി വരുന്നുണ്ട്. അത് സ്ട്രെഗാണ്, ട്രാപ്സിനുള്ള വർക്കൗട്ട്. ശേഷം ഒരു ട്രൈസെപ്സ് ഇഷ്ടമാണ്. സമയമില്ല, ഞാൻ ഫിനിഷ് ചെയ്യണം. വന്നതേ ലേറ്റായിപ്പോയി. അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. മൊത്തത്തിൽ വർക്കൗട്ടൊക്കെ ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല. കാരണം കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഒരുപാട് സ്ട്രെസ്ഡ് ആയതാണ്. സോ ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ ഇങ്ങനെ നൈസായി ചെയ്ത് പോകുന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഫിനിഷായി. ഇനിയിപ്പം സ്ട്രഗിലേക്ക് ഞാൻ കടന്നിരിക്കുന്നത്. ഇതൊരു 3 സെറ്റ് അത്രയേ ഉള്ളൂ. വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം. ഇതാണ് ക്ലോസ് ടു ഫെയിലർ എത്തിയിട്ടുണ്ട്. 14 reps. ബോഡി റീസ് നല്ല പൊമ്പായി. ഞാൻ പുഷ് ഡൗൺ ചെയ്യാണ്ട് ഓവറോഡ് എക്സ്റ്റൻഷൻ ചെയ്യാമെന്ന് ഇപ്പോൾ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചായി ഇത് ചെയ്തിട്ട് അപ്പോൾ ചെയ്യാൻ തോന്നും. ഷോൾഡർ അടിച്ചിട്ട് സൈഡായി പൊക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷായി. ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ട് പുഷ്ടാണ്. സോ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്തോ. അവിടെ ഞാൻ കമൻറ്റിൽ വർക്കൗട്ടിൻ്റെ സെറ്റ്, അതിൻ്റെ ക്രമം, ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് തന്നെയാണ്. അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊന്നുമില്ല. എല്ലാം ബേസിക് വർക്കൗട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അത് നിങ്ങളെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്തോളാം. അപ്പോൾ ഞാൻ എൻ്റെ കറണ്ട് ബോഡി കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് റോഡ് 200 kg എത്തണ്ടല്ലേ, ഇപ്പോൾ 79 kgs ആണല്ലേ. അപ്പോൾ കണ്ടീഷൻ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. That's right.